ഇഡിയെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് CPIM-നെ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണ് കരുവന്നൂരിൽ സംഭവിച്ചതെന്ന് കെ രാധാകൃഷ്ണൻ MP. കള്ളപ്പണം വിനിയോഗിക്കുന്ന പാർട്ടിയല്ല CPIM എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ED അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും കുറേ കാലമായി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണമെന്ന് ഒരിക്കൽ പോലും ഞങ്ങൾ വാദിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി ഇടതുപക്ഷത്തെയും CPM-നെയും തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സഹകരണ മേഖലയെ ഇന്ന് ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടപെടലെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഇടപെട്ടുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. സിബി, CPIM-ന്റെ ലോക്സഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ കൂടിയാണ് കെ രാധാകൃഷ്ണൻ MP കാര്യങ്ങൾ പറഞ്ഞത്. എന്തൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത്? ജിംഷാദ്, തീർച്ചയായും ആലത്തൂരിലെ MP എന്ന നിലയിലും അതുകൂടാതെ തൃശ്ശൂരിലെ മുൻ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കൂടിയായിരുന്നു ഈ കെ രാധാകൃഷ്ണൻ MP-യോട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചത്. എന്തായാലും ഈ കരുവന്നൂർ വിഷയത്തിൽ CPIM-നെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അതിനായി ED-യെ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെയും പുതിയ കാര്യങ്ങളല്ല, അത് പഴയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ എല്ലാ അക്കൗണ്ടിലുള്ള പണവും എല്ലാ നിലയിൽ സുതാര്യമായ നടപടിയിലൂടെ പോകുന്ന ഒന്നാണ്. അത് ജനങ്ങളിൽ നിന്നും സമാഹരിച്ച പണവും കൃത്യമായി ബാങ്ക് അക്കൗണ്ട് വഴി സുതാര്യമായി വിനിയോഗിക്കുന്ന പണം കൂടിയാണ്. ഈ പാർട്ടി കെട്ടിടങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സമാഹരിച്ച പണം കൂടിയാണ് ഇത് ജനങ്ങളുടെ കൂടി സ്വത്താണ് ഈ പാർട്ടി സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രം പിരിച്ചാണ് ആ പാർട്ടി ബ്രാഞ്ച് ഓഫീസിന് വേണ്ടിയുള്ള സ്ഥലം വാങ്ങിയതും അത് ജനങ്ങളിൽ നിന്ന് പുറത്ത് വാങ്ങിച്ചിട്ടുമില്ല. ഈ സ്ഥലം വാങ്ങുന്നത് പാർട്ടിയുടെ നയം അനുസരിച്ച് ജില്ലാ സെക്രട്ടറി പേരിലുമാണ്. അങ്ങനെയാണ് പാർട്ടിയുടെ നയം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കള്ളപ്പണം വിനിയോഗിക്കുന്ന ഒരു പാർട്ടിയല്ല CPIM. ഇവിടെ ED-യെ ഉപയോഗിച്ച് നടത്തുന്നത് കേരളത്തിന്റെ സഹകരണ മേഖലയെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ED-യെ ഉപയോഗിക്കുന്നത്. സഹകരണ മേഖലയിൽ ഇടതുപക്ഷ സ്വാധീനം കുറയ്ക്കുകയാണ് ലക്ഷ്യം. ഇടതുപക്ഷ അംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കുകളിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇടതുപക്ഷ സ്വാധീനം കുറയ്ക്കുക, സഹകരണ മേഖല തകർക്കുക, ഇതാണ് ഈ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി കേന്ദ്ര അന്വേഷണ ഏജൻസിനെ ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ജിംഷാദ്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. കെ രാധാകൃഷ്ണൻ MP-യുടെ പ്രതികരണം.